ബാക്ക് ടു സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അബുദാബി സായദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ വേറെ എവിടേക്കുമല്ല, ചെന്നൈയിലേക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെന്നൈയിലെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും ചെന്നൈയിലെ കാഴ്ചകൾ കാണാൻ റെഡിയല്ലേ? സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് 2:30-ക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നൈയിൽ ഒരു 8:30 എത്തും. ചെന്നൈയിൽ എൻ്റെ അനിയത്തി ഉണ്ട്. അപ്പോൾ അനിയത്തിയുടെ അടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോണത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ ചെന്നൈ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ചെന്നൈ വന്നിട്ടുള്ളത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോണത്. കുറേ കാഴ്ചകളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വിചാരിച്ചതിലും ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ലാൻഡ് ചെയ്തു കേട്ടോ. ഇനി ബാഗേജൊക്കെ എടുത്ത് ചെക്ക് ഔട്ട് ചെയ്ത് നമുക്ക് മെല്ലെ ചെന്നൈ കാഴ്ചകൾ കാണാൻ തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങണത്. ഡൊമസ്റ്റിക്കിൽ മുന്നേ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ടത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. കെമ്പഗൗഡ ഹ്യൂജ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫുൾ ഗ്രീനറിയൊക്കെ വെച്ചിട്ട് അത്രയും നല്ലൊരു എയർപോർട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ എവിടെയും ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ദാസൻ്റെയും വിജയൻ്റെയും നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലഗേജൊക്കെ എടുത്തു. ഇനി ഒരു ടാക്സി എടുക്കണം, നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ചെന്നൈ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇവിടെ റാപ്പിഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ ഊബറൊക്കെ മാതിരി. അപ്പോൾ അതിൽ പല ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ. ഓട്ടോ ഉണ്ട്, പിന്നെ ഈവൻ 2 വീലേഴ്സ് ഉണ്ട്. 2 വീലേഴ്സ് ലേഡീസ് ഓട്ടിക്കുന്ന 2 വീലേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് പിന്നെ ട്രാവൽ ചെയ്യാം. ടാക്സി വേണമെങ്കിൽ കാർ വേണമെങ്കിൽ കാറ്, ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ, ബൈക്ക് വേണമെങ്കിൽ ബൈക്ക്, ഇനി അതുമല്ല ലേഡീസ് സ്കൂട്ടി വേണമെങ്കിൽ അതും ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇതാട്ടോ. ഇനിയൊന്നും കേരളത്തിലൊന്നും ഇപ്പോൾ വരുമെന്ന് അറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ട്രാഫിക് അത് പിന്നെ ഏത് നാട്ടിൽ ചെന്നാലും അതിൻ്റെ ഭാവം മാറും എന്നല്ലാതെ ട്രാഫിക് എവിടെയും കുറയാൻ പോകുന്നില്ല. ഇന്ന് പിന്നെ വലിയൊരു ട്രാഫിക് എന്ന് പറയാൻ മാത്രമില്ല. സാറ്റർഡേ ഇവിടെ പറയുന്നത്, സൺഡേ പൊതുവേ ഇവിടെ വലിയ തിരക്കില്ല എന്നാണ്. സാധാരണ എല്ലാവരും സൺഡേ ആണല്ലോ പുറത്തിറങ്ങുക. പക്ഷെ സൺഡേ ഒന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇന്ത്യയിലെ മറ്റേത് സിറ്റി പോലെയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ചെന്നൈ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ മെട്രോ ഒക്കെ ഇപ്പോഴും പുതിയ പുതിയ ഇത് സ്റ്റേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൗഡും ചില ഭാഗത്തൊക്കെ ഉണ്ട്. ചെന്നൈ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതുപോലെ തന്നെ ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നും ഓട്ടോമൊബൈൽ ഹബ് ഓഫ് ഇന്ത്യ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ചെന്നൈ. ഇവിടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നേപ്പാളിൽ നിന്ന് കൂടി ആൾക്കാർ വന്ന് ജോലിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു, മെട്രോ പോകുന്നു. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് സദേൺ ട്രങ്ക് റോഡ്. ഇത് തന്നെയാണ് ട്രിച്ചി ചെന്നൈ ഹൈവേ. ഈ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയാണ്. അടയാർ റിവറിൻ്റെ അടുത്ത് ഏകദേശം 700 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഇറങ്ങിയ ഓഫീസേഴ്സിന് ഒരുപാട് ഗാലൻട്രി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ പരംവീർ ചക്ര, കീർത്തി ചക്ര, അശോക് ചക്ര, മഹാവീർ ചക്ര, അങ്ങനെ ഒരുപാട് ഗാലൻട്രി അവാർഡ്സ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കത്തിപ്പാറ ഫ്ലൈ ഓവർ ബ്രിഡ്ജിൽ കൂടിയാണ്. ഇവിടെ ഇപ്പോൾ മെട്രോ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ മുന്നിൽ കാണുന്ന പില്ലേഴ്സൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ മെട്രോയിൽ ഇപ്പോൾ ഓപ്പറേഷണൽ ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഗ്രീൻ ലൈനാണ്. ഇനി അണ്ടർ കൺസ്ട്രക്ഷനിൽ പർപ്പിൾ, യെല്ലോ ആൻഡ് റെഡ് ലൈൻ ഉണ്ട്.
ഈ ഗിണ്ടി കത്തിപ്പാറ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ്. ഇത് 2008 ഓപ്പൺ ആക്കിയത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് അടയാറിലേക്കും പാരീസ് കോർണറിലേക്കുമാണ്. ഇതാണ് ധീരൻ ചിന്നമലൈ സ്റ്റാച്യു. അദ്ദേഹം വെസ്റ്റേൺ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കൊങ്കുനാട് ഭരിച്ചിരുന്ന ഒരു റൂളർ ആയിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാർ തന്നെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അന്നാസാലൈ റോഡിലൂടെയാണ്. മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് മൗണ്ട് റോഡ് എന്നാണ്. ഇത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കോം ക്രീക്ക് എന്നാണ്, അവസാനിക്കുന്നത് കത്തിയാപ്പാറ ജംഗ്ഷനിലും. ഈ റോഡിന് 400-ലധികം വർഷം ചരിത്രം പറയാനുണ്ട്. ഇത് സെൻറ്റ് തോമസ് മൗണ്ട് റോഡ് അല്ലെങ്കിൽ സിംപ്ലി മൗണ്ട് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മുകളിൽ കാണുന്നത് ലിറ്റിൽ മൗണ്ട് മെട്രോ സ്റ്റേഷനാണ്. ഈ കാണുന്നത് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ രാജീവ് ഗാന്ധിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ട്രൈ കളർ ഫ്ലാഗും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ദി ഫേമസ് അണ്ണ യൂണിവേഴ്സിറ്റി. CN അണ്ണാദുരൈ തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. ഇത് തുടങ്ങിയത് 1978-ലാണ്. ഏകദേശം 185 ഏക്കറിലാണ് ഈ യൂണിവേഴ്സിറ്റി കിടക്കുന്നത്.
അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, കുളിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. ഇന്നലത്തെ ഉറക്കമേ ശരിയായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഐറ്റിനറി ഉണ്ടാക്കണം. എവിടേക്കാണ് പോകണമെന്നുള്ളത് വെച്ചാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി വേണം അതൊക്കെ ചെയ്യാൻ, എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് കാഴ്ചകൾ കാണാം. അപ്പോൾ ഓക്കെ.